ഇപ്പോൾ എന്നോടൊപ്പം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ചെയ്യുന്നു. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമായി ഒരു ആശ്വാസത്തിലേക്ക് എത്തുകയാണ്. തീർച്ചയായും മണിക്കൂറുകളായി ഏതാണ്ട് 5 മണിക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ള തീപിടുത്തം ഒരു ശമിച്ച മട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ബ്ലോക്കിലേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള സംവിധാനമായിരുന്നു ഫയർഫോഴ്സിൻ്റെ ഒരു പ്ലാനിങ്. അത് കൃത്യമായി വിജയിച്ചു. ഈ തീപിടിച്ച ബ്ലോക്കിനകത്ത് പരമാവധി അണക്കാനുള്ള പ്രവർത്തനങ്ങൾ മണിക്കൂറുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണതയിലെത്തി എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത. മറ്റൊന്ന് ഇപ്പോൾ ഉയരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ നഗരമധ്യത്തിലാണ് ഇത്തരമൊരു കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഇത് അണയ്ക്കാൻ ഇത്രയധികം സമയമെടുക്കും എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നത് എന്താണ് സംഭവിച്ചത്? പ്രതിസന്ധി ആയത് എന്താണ്? നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ, ഫയർഫോഴ്സുള്ള സന്നാഹത്തോടു കൂടി ഇവിടെ പ്രവർത്തനം നടത്തുന്നു. വെള്ളത്തിൻ്റെ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഓരോ യൂണിറ്റ് പോകുന്നതിനനുസരിച്ച് വന്ന് പൂർണ്ണമായും ഇടതടവില്ലാതെ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വ്യാപ്തിയുള്ള തീപിടുത്തമാണ് ഉണ്ടായെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സിൻ്റെ റിപ്പോർട്ട് കൂടി അവരുടെ എന്താണ് ഇതിൻ്റെ തീപിടുത്തത്തിൻ്റെ വിശദാംശങ്ങൾ, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇത്ര ദൈർഘ്യമുണ്ടായതിൻ്റെ കാരണങ്ങളൊക്കെ സാങ്കേതികമായ വിഷയമായും പുറത്തു വന്നാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിനോടകം തന്നെ ഉയർന്ന ആരോപണങ്ങളിൽ ആക്ഷേപം വരുന്നത് അശാസ്ത്രീയമായി കെട്ടിപ്പൊക്കിയ കെട്ടിടമാണ്, പഴയ കെട്ടിടമാണ്, യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഈ ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഉയർന്ന ആക്ഷേപം. ഇതിനോടകം കോൺഗ്രസ് നേതാക്കളെല്ലാം ഉന്നയിച്ചു കഴിഞ്ഞു. എന്താണ് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ പറയുന്നത്? ഇത്തരത്തിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഉയർന്നു വരേണ്ടതല്ല അത്ര ആക്ഷേപങ്ങൾ, ആരോപണം. ഇപ്പം നമ്മൾ ആക്ഷേപം ഉന്നയിക്കേണ്ട ഒരു ഘട്ടത്തിലല്ല ഉള്ളത്. ഇത് കോർപ്പറേഷൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കെട്ടിടമാണ്, ബസ് സ്റ്റാൻഡ് കെട്ടിടം. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണ് ഇവിടെ തീപിടിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്കിതിന് ഭാഗമായി പരിശോധിക്കാവുന്നതാണ് എന്താണ് അപാകതയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഇത് തീപിടുത്തത്തിന്റെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ തീപിടുത്തം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഏത് ആക്ഷേപങ്ങളെയും ഇത്തരം പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യാവുന്നതാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് 10-30 വർഷക്കാലത്തോളമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടമാണ്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണ്. അപ്പോൾ ഇത്രയും ഭീകരമായ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാം ഞെട്ടലുണ്ടാക്കുന്നു, ആശങ്കയുണ്ടാക്കുന്നു. ഇത്രയും സമയമെടുത്ത് ഇത്രയേറെ സമയം എടുക്കേണ്ടി വന്നു. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപാകത ഏത് തരത്തിലുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ മധ്യത്തിൽ എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം അതിനുവേണ്ടി അവരുടേതായ ദൗത്യം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും അതിലാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്. അപ്പോൾ അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത് അതൊരു ശരിയും നിലവാരവും ഇല്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പരിശോധിക്കാം എല്ലാ കാര്യങ്ങളും. ഇതിപ്പോൾ നമ്മൾ മിഠായിത്തെരുവിൽ ഇതിനു മുമ്പ് ഇടയ്ക്കിടെ തീപിടുത്തം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വലിയ സംവിധാനങ്ങൾ ഒരുക്കുകയും ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ആ നിലയ്ക്ക് ഒരു കരുതൽ, ഒരു മുൻകരുതൽ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. മുൻകരുതലുകൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് ആധുനികമായ അഗ്നിശമന സംവിധാനങ്ങൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പഴയ കെട്ടിടങ്ങളിൽ സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള വലിയ സന്നാഹങ്ങൾ എല്ലായിടത്തും, കേരളത്തിൽ, കോഴിക്കോട് നഗരത്തിലും എല്ലാ നഗരങ്ങളിലും ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും 10-30 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ അത്തരത്തിലുള്ള കർശനമായ നിയമം പാലിക്കാതെ പലതരത്തിലുണ്ട്. അപ്പോൾ തീപിടുത്തം ഉണ്ടാകുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രശ്നം മാത്രമല്ല, എന്താണ് അതിൻ്റെ കാരണം, ഏതെല്ലാം കാരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ. അഗ്നിശമന സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും പൊതുവായി എത്രത്തോളം എല്ലാ കെട്ടിടങ്ങളിലും നഗരങ്ങളിലും എവിടെയും ഉണ്ടാകണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചിന്തിക്കേണ്ടതല്ല. നമ്മുടെ ദൈനംദിനമായ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഈ കാഴ്ചപ്പാട് കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഒരു അപകടം, ദുരന്തം ഉണ്ടാകുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആക്ഷേപമായി അത് അവസാനിക്കേണ്ടതല്ല. അത് പൊതുവായി നമുക്ക് പരിശോധിക്കാം. ആക്ഷേപങ്ങൾ കൂടി പരിശോധനയിൽ വരുമോ? അല്ലെങ്കിൽ അല്ല, തീർച്ചയായും നമുക്ക് അപാകതകളുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകണമല്ലോ. അപകടം ഒഴിവാക്കണം. തീപിടുത്തമായാലും മറ്റു ദുരന്തങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ തന്നെയാണ് ഏറ്റവും വലിയ ദുരന്ത നിവാരണ പ്രവർത്തനം. ഇപ്പം കാഷ്വാലിറ്റി ഒന്നും ഇല്ലാന്ന് ഏകദേശം ഉറപ്പിക്കില്ല. ആരും കുടുങ്ങിക്കിടക്കുന്നു, കാഷ്വാലിറ്റി ആരും കുടുങ്ങിയിട്ടൊന്നുമില്ല. ഇല്ല, അതാണ് ഏറ്റവും വലിയ നമുക്ക് ഒരു ആശ്വാസം നൽകുന്നൊരു കാര്യം. ആളപായം ഉണ്ടായിട്ടില്ല, മറ്റു കാഷ്വാലിറ്റികളിലേക്ക് പോയിട്ടില്ല. കെട്ടിടത്തിൽ നിയമവിരുദ്ധമായ നിർമ്മാണങ്ങൾ നടന്നിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് PA നിയാസും പറഞ്ഞു. നിയാസിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നേരത്തെ ഞാൻ കൗൺസിലറായിരുന്ന കാലത്ത് തന്നെ കഴിഞ്ഞ തവണ നമ്മൾ അനുമതി കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, ഇത് ഔദ്യോഗിക കെട്ടിടമല്ല, ഇത് ഒറിജിനൽ കെട്ടിടത്തിന്റെ മുകളിൽ അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്ന കെട്ടിടമാണ്. അവിടെ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫയർ സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ 4:30 തുടങ്ങിയിട്ട് 7 മണിക്കാണ് അത്യന്താധുനികമായ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വന്ന സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ 4:30 മുതൽ 7 മണി വരെ നമ്മൾ വളരെ ചെറിയ പരിമിതമായ സൗകര്യം മാത്രമാണുള്ളത്.
അപ്പോൾ സ്വാഭാവികമായും കോഴിക്കോട് നഗരത്തിൽ ഇതുപോലൊരു തീപിടുത്തം പിടിച്ചാൽ നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ള അവസ്ഥയാണ് ഉള്ളത് എന്ന് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തിരിച്ചറിയാണ്. അത് ഭയാനകമാണ്. യൂണിറ്റുകളുടെ എണ്ണം കുറവെന്ന് മാത്രമല്ല, യൂണിറ്റുകൾക്ക് അത്യന്താധുനിക സൗകര്യമുള്ള ഒരൊറ്റ ഫയർ വാട്ടർ എഞ്ചിൻ പോലും ഇല്ല. അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മൾ ഷീറ്റ് ഇങ്ങനെ അടിച്ചതുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വെള്ളം അതിനുള്ളിൽ എത്തിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഉയരത്തിലായതുകൊണ്ട് തീക്കത്തിയ ഭയങ്കര ചൂടല്ലേ, ഭാഗത്തേക്ക് വെള്ളം എത്തണമല്ലോ, എന്നാലല്ലേ വെള്ളം അടിച്ചതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ല, ഹൈഡ്രന്റുകൾ ഉണ്ടായാൽ മതി ശരിക്കും. ആ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, വെള്ളം പോയി എടുത്തുകൊണ്ടുവരണ്ടേ, പിന്നെ ആ ടൈം പോവല്ലോ ശരിക്കും. ഒരു 4 പോയിന്റ് ഇവിടെ ഉണ്ടെങ്കിൽ വെള്ളം അവിടെ നിന്ന് എടുത്താൽ അടിക്കാമല്ലോ, ഡയറക്റ്റായി അടിക്കാമല്ലോ. ചേരുകയാണ് അസ്ലം. ഇപ്പോൾ പറയുന്നത് എത്രയും ആരോപണങ്ങളാണ്, പ്രത്യേകിച്ച് കെട്ടിടത്തിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, കോർപ്പറേഷനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഈ പൊതുപ്രവർത്തകരടക്കം ഇക്കാര്യത്തിൽ പറയുന്നത്. നമുക്കറിയാം, കോഴിക്കോട് നഗരമധ്യയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ബസ്സുകൾ വന്ന് നിൽക്കുന്നൊരു സമയം, നിരവധി യാത്രക്കാർ ഉള്ള സ്ഥലം. ഇവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സുരക്ഷാ മുൻകരുതലുകളൊന്നും തന്നെയും സ്വീകരിക്കാത്ത ഒരു കെട്ടിടം ഇങ്ങനെ കെട്ടിപ്പൊക്കിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉയരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം?